നമസ്കാരം. മലയാളികൾക്ക് പണത്തിനോട് ആർത്തിയാണ്. എത്ര കിട്ടിയാലും മതിയാകാത്ത ആർത്തി. മലയാളികളുടെ ഈ ആർത്തി തന്നെയാണ് പല കമ്പനികളും മുതലാക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ പ്രതാപൻ റിമാൻഡിൽ. 126 കോടി രൂപ നികുതി വെട്ടിപ്പാണ് കേരള GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത്. ഈ കമ്പനി എന്തെങ്കിലും രീതിയിൽ ഫാൾസ് പ്രാക്ടീസ് നടത്തിയാൽ അകത്താകുന്ന ശ്രീനാഥ് പ്രതാപൻ. ഇറ്റ് ഈസ് നോട്ട് എ ചൈൽഡ്സ് പ്ലേ. ഇന്ത്യയിൽ കളിക്കുന്ന കളി കുറച്ചൊക്കെ ബ്രൈബറിയിലൂടെ നമുക്ക് കടത്തി വിട്ടു പോകാം. ഇനി ഹൈറിച്ചിനെ രക്ഷപ്പെടാൻ അവസരം ഇത്രയും നാളുണ്ടായി. നിങ്ങളുടെ മൈൻഡ് എന്റെ മൈൻഡ് സ്ട്രോങ് ആകുന്ന പോയിന്റ് തരാം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ MD പ്രതാപൻ സാർ ഈ കമ്പനിയെ മുക്കിക്കൊണ്ടുപോകാൻ എന്തെങ്കിലും 1% താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ ദുബായിൽ രജിസ്ട്രേഷൻ ചെയ്യുക. ദുബായിലെ ലീഗൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതും ഒപ്പിട്ടിരിക്കുന്നതും ശ്രീനാഥ് പ്രതാപനാണെങ്കിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 1-നാണ് കേരള GST ഇന്റലിജൻസ് വിഭാഗം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. നവംബർ 24-നാണ് തൃശൂർ ആറാട്ടുപുഴ ആസ്ഥാനമായ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കമ്പനി 703 കോടി രൂപയുടെ വരുമാനം കുറച്ചതായി തെളിഞ്ഞപ്പോൾ 124.54 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തി. തുടർന്ന് ഡയറക്ടർമാർക്ക് സമൻസ് അയക്കുകയായിരുന്നു. റെയ്ഡിന് പിന്നാലെ നവംബർ 24-ന് 1,50,00,000 രൂപയും 27-ന് 50 കോടി രൂപയും നൽകി അറസ്റ്റ് ഒഴിവാക്കാൻ പ്രതി ശ്രമിച്ചെങ്കിലും പിടിവീഴുകയായിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനമാണ് ഹൈറിച്ച് ഷോപ്പി. ഇതര സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഏതായാലും കമ്പനിയുടെയും പ്രതികളുടെയും അക്കൗണ്ടുകൾ ഉടൻ തന്നെ മരവിപ്പിക്കുമെന്നാണ് GST ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. അതേസമയം സംസ്ഥാനത്തെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് കേസ് പിടിച്ചിട്ടും GST വിഭാഗം ഔദ്യോഗികമായി വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നതും ആശ്ചര്യമാണ്. അറസ്റ്റ് ചെയ്ത് 5 ദിവസം പിന്നിട്ടിട്ടും GST വകുപ്പ് യാതൊരുവിധ സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. അറസ്റ്റ് ചെയ്തു എന്ന് ഉദ്യോഗസ്ഥർ ശരിവെക്കുന്നുണ്ടെങ്കിലും മറ്റു വിവരങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. 2 കോടി രൂപ വരെയുള്ള നികുതി വെട്ടിപ്പുകളിൽ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കുകയും സോഷ്യൽ മീഡിയ പേജുകളിൽ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് GST വകുപ്പ് പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന പതിവുണ്ടെന്നിരിക്കെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് പിടികൂടിയിട്ടും ഉദ്യോഗസ്ഥർ മൗനം തുടരുന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മറ്റ് ഡയറക്ടർമാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നതിനാലാണ് വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. കേരളത്തിലെ പ്രമുഖ നടന്മാരെയും MLA മാരെയും മുൻനിർത്തിയാണ് ഇവർ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്.